അവസാനം വഫാത്തിന്റെ തൊട്ട് മുമ്പ് ഹബീബിനെ കണ്ട രംഗമെങ്ങനെ? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്, പാവം കുട്ടിയായ ഞാനുണ്ട്, 20 വയസ്സായിട്ടുണ്ട്, കൂട്ടത്തിൽ ചെറുപ്പക്കാരനാണ്. ഞാൻ അടുത്ത് ചെന്നിങ്ങനെ നോക്കുമ്പോ നല്ല മനോഹരമായ ഒരു കടലാസിന്റെ വെണ്മയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഇങ്ങനെ പ്രകാശിച്ചു കിടക്കുന്നുണ്ട്. വഫാത്തിന്റെ രംഗം എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോഴും ഞാനുണ്ട്. അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് ഞാൻ അവിടെയുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്ന എന്റെ എളാപ്പ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം ഖബറിൽ കിടത്താനിറങ്ങിയ ഒരാളാണ്. ഞാനും ഒരു സഹായിയാണ്. ആ സഹായിയായി അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്നു. അവസാനം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫലമ്മാ ദഫന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വറജഅനാ, ഞങ്ങൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരം ഖബർ ശരീഫിൽ കിടത്തിയിട്ട് മടങ്ങി പോകുന്ന നേരത്ത് അതാ ഫാത്തിമ മോള് വിളിക്കുന്നു. ഫാത്തിമ ഉമ്മ വിളിച്ചിട്ട് ചോദിക്കുന്നു, യാ അനസ്, ഓ അനസേ, അതാബത് നുഫൂസുകും അൻ ദഫൻതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്തുറാബി വറജഅതും, നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിൽ കിടത്തിയിട്ട് അതിന്റെ മേലെ മൂടുകല്ല് വെച്ചിട്ട് മണ്ണിടാൻ എങ്ങനെ കഴിഞ്ഞു മോനെ അനസേ? അനസ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ നിലവിളിയാണ്. ഈ ചോദ്യം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അഫലാ ദഫൻതും റസൂലല്ലാഹി ഫീ സഫതി മിനൽ ഉലൂവതി വൽ കഫൂരി മംദൂദി. അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, ഇത്രയും വേദനാജനകമായ ഒരു ദിവസത്തെ ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല, ഇത്ര പ്രയാസമുള്ള ഒരു ദിവസത്തെ